Hi viewers, today we are going to discuss about the sources of hypothesis. Hypothesis can be derived from various sources such as theory, observation, analogies, intuition and personal experience, findings of studies, state of knowledge, culture and continuity of research. Let's discuss in detail. Theory. This is one of the main sources of hypothesis. It gives direction into research by stating what is known. For example, profit is considered to be the goal of private enterprises. From this assumption, various hypotheses are derived. ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പല സോഴ്സസിനെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അവ എന്തൊക്കെയാണ്? തിയറി, ഒബ്സർവേഷൻ, അനലഗീസ്, ഇൻഡ്യൂഷൻ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്, ഫൈൻഡിങ്സ് ഓഫ് സ്റ്റഡീസ്, സ്റ്റേറ്റ് ഓഫ് നോളജ്, കൾച്ചർ, കണ്ടിന്യൂറ്റി ഓഫ് റിസർച്ച് എന്നിവയാണ്. എന്താണ് ഈ തിയറി എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ തിയറി ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് തന്നെയാണ്. ഇനി എന്താണ് ഈ തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്കായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറി ഉണ്ടായിരിക്കണം, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അപ്പോൾ ആ തിയറി നേരത്തെ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കണം. അപ്പോൾ ആ നേരത്തെ ആരെങ്കിലും ഫോർമുലേറ്റ് ചെയ്ത ആ തിയറിയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അതിൽ നിന്നും ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, സാധാരണ എല്ലാ പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെയും, അതായത് പ്രൈവറ്റ് കമ്പനികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രോഫിറ്റാണ്. അതൊരു അസംഷനായിട്ട്, അതൊരു തിയറിയായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പ്രൈവറ്റ് ഓർഗനൈസേഷൻസേ ഉള്ളൂ അങ്ങനെ നോൺ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്. മജോറിറ്റി പ്രൈവറ്റ് എൻ്റർപ്രൈസസും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് തന്നെയാണ്. അത് മാനേജ്മെൻറ്റ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ അസംഷനിൽ നിന്നും, ഇത്തരത്തിലൊരു തിയറിയിൽ നിന്നും ധാരാളം ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം, ധാരാളം ഹൈപ്പോത്തസിസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓൾറെഡി ഒരു പ്രൂവ് ചെയ്യപ്പെട്ട തിയറിയിൽ നിന്നോ അസംഷൻസിൽ നിന്നോ എല്ലാം എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഒബ്സർവേഷൻ. Hypothesis can be derived from observation. From the observation of price behavior in a market, for example, the relationship between price and demand for an article is hypothesized. ഒബ്സർവേഷനിലൂടെ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മാർക്കറ്റിലെ പ്രൈസ് ബിഹേവിയറിൽ നിന്നും, പ്രൈസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പ്രൈസും ഡിമാൻഡും ഏത് രീതിയിലാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അതാണ് പ്രൈസ് ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റിലെ പ്രൈസ് ബിഹേവിയറിൻ്റെ ഒബ്സർവേഷനിൽ നിന്നും പ്രൈസും ഡിമാൻഡും, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും ഏത് രീതിയിൽ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് നോക്കാം. അതിൽ നിന്നും ധാരാളം ഹൈപ്പോത്തസിസ് ഫ്രെയിം ചെയ്യാനായിട്ടും സാധിക്കും. ദെൻ analogies. Analogies are another source of useful hypothesis. എന്താണ് അനലഗീസ് എന്ന് പറഞ്ഞാൽ? സിമിലർ ആയിട്ടുള്ള റിസർച്ച് മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഹൈപ്പോത്തസിസ് ഫോം ചെയ്യാം. ഇപ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്ന ടോപ്പിക്കുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ് അനലഗീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിമിലാരിറ്റി ഉള്ള റിസർച്ച് മുൻപ് മറ്റാരെങ്കിലുമൊക്കെ കണ്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫൈൻഡിങ്സിൽ നിന്നൊക്കെയും
ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോഴ്സ് തന്നെയാണ്. ഒത്തിരി പേര് അങ്ങനെയുള്ള പ്രീവിയസ് സ്റ്റഡീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Next, intuition and personal experience may also contribute to the formulation of hypothesis. Personal experiences of persons determine the perception and conception. These may in turn direct a person into certain hypotheses more quickly. For example, invention of gravitational force by Isaac Newton. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇമ്മീഡിയറ്റ് അപ്രഹെൻഷൻ ബൈ ദ മൈൻഡ്. ഒരു വ്യക്തിക്ക് സഹജമായിട്ട് വളരെ പെട്ടെന്ന് ഉള്ളിൽ തോന്നുന്ന ഒരു അറിവ്, ഒരു ജ്ഞാനം, അതിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു അന്തർജ്ഞാനം, ഉള്ളിൽ പെട്ടെന്നൊരു തോന്നൽ, ഒരു അറിവ്, അതിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നും ഹൈപ്പോത്തസിസ് ഫോം ചെയ്യാം. അതുപോലെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഐസക് ന്യൂട്ടൺ ആപ്പിൾ താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് അതിൽ നിന്നാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന തിയറിയിലേക്ക് എത്തിയത്. അപ്പോൾ അത്തരത്തിൽ ഇൻറ്റ്യൂഷനിൽ നിന്നും പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന, ചില സമയങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ജ്ഞാനം, ഒരു അറിവ്, അതൊക്കെ ചിലപ്പോൾ ഒരു ഹൈപ്പോത്തസിസിൻ്റെ ഫോർമുലേഷനിലേക്ക് എത്തിച്ചേക്കാം. അടുത്തതായി, ഫൈൻഡിങ്സ് ഓഫ് സ്റ്റഡീസ്. ഹൈപ്പോത്തസിസ് മേ ബി ഡെവലപ്ഡ് ഔട്ട് ഓഫ് ദ ഫൈൻഡിങ്സ് ഓഫ് അതർ സ്റ്റഡീസ് ഇൻ ഓർഡർ ടു റെപ്ലിക്കേറ്റ് ആൻഡ് ടെസ്റ്റ്. ചില പഠനങ്ങളെ റെപ്ലിക്കേറ്റ് ചെയ്യണം. റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പഠനങ്ങളൊക്കെ ശരിയാണോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അതേപോലെയുള്ള പഠനങ്ങൾ മറ്റുള്ളവർ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ മാത്രമേ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നടത്തിയ പഠനം ശരിയാണോ എന്നറിയാൻ പിന്നീട് മറ്റുള്ളവർ അതിനെക്കുറിച്ച് ആദ്യം നടത്തിയ ആ പഠനത്തിനെക്കുറിച്ച് പിന്നീടുള്ളവർ ഒന്നും കൂടെ പഠന വിഷയമാക്കും, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരേപോലത്തെ ഫൈൻഡിങ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ആദ്യം നടത്തിയ പഠനം ശരിയാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഒരു പഠനം നടത്തിയത് ശരിയാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് പിന്നീടത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആദ്യത്തെ പഠനത്തിൻ്റെ ഫൈൻഡിങ്സിൽ നിന്നും ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക. അത് പിന്നീടുള്ള പഠനത്തിന് ഹൈപ്പോത്തസിസായിട്ട് ഉപയോഗിക്കുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ചെക്ക് ചെയ്യുക ആദ്യത്തെ പഠനം കറക്റ്റാണോ. അതേപോലെ തന്നെ ഡേറ്റ കളക്ഷനൊക്കെ നടത്തിയിട്ട് ആ പഠനത്തിൻ്റെ ഫൈൻഡിങ്സ് പോലെ തന്നെ പിന്നീടുള്ളതിനുമൊക്കെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നോക്കുന്നതിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നടത്തിയ പഠനം ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതേപോലുള്ള പഠനം മറ്റുള്ളവർ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ ആദ്യത്തെ പഠനത്തിൻ്റെ ഫൈൻഡിങ്സിൽ നിന്നും ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് ഓഫ് നോളജ്. An important source of hypothesis is the state of knowledge in any particular science. It can be developed from theories. Theories are the part of knowledge. അടുത്തതായി സ്റ്റേറ്റ് ഓഫ് നോളജ്. സ്റ്റേറ്റ് ഓഫ് നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ റിസർച്ച് ചെയ്യുന്നത് ഏതൊരു മേഖലയിലാണോ, ഏതൊരു വിഷയത്തിലാണോ അതിനകത്ത് അറിവുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. ആ അറിവെന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത തിയറീസിലുള്ള അറിവായിരിക്കാം. അപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെയും ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ധാരാളം അറിവുണ്ട്. അതിനകത്ത് തിയറീസ് എല്ലാം അറിയാമെങ്കിൽ എളുപ്പമാണ് നിങ്ങൾക്ക് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ. അതാണ് സ്റ്റേറ്റ് ഓഫ് ദ നോളജ്. ദെൻ കൾച്ചർ. Another source of hypothesis is the culture on which the researcher was nurtured.
Western culture was induced the emergence of sociology as an academic discipline. So, in the past decade, a large part of the hypothesis on Western culture examined by research were connected with violence. The interest is related to the considerable increase in the level of violence in America. In India, in socio-economic and leadership studies, hypotheses based on caste and economic status are common because Indian society is caste-ridden. എന്താണ് കൾച്ചർ എന്ന് നോക്കാം. ഓരോ സ്ഥലത്തെയും കൾച്ചർ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ റിസർച്ചർ ഏത് രീതിയിലുള്ള കൾച്ചറിലൂടെയാണോ വളർന്നു വരുന്നത്, അതാണ് നർച്ചേർഡ്. അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഹൈപ്പോത്തസിസ്. വെസ്റ്റേൺ കൺട്രീസിൽ ഒരു പഠനം നടത്തിയപ്പോൾ, ഒരു സർവേ നടത്തിയപ്പോൾ അവിടുത്തെ ഒട്ടുമിക്ക റിസർച്ചിനകത്ത് വരുന്ന ഹൈപ്പോത്തസിസ് വയലൻസിന് റിലേറ്റഡ് ആണ്. വയലൻസ് റിലേറ്റഡ് എന്ന് വെച്ചാൽ വയലൻസ് എങ്ങനെ അകറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് അവിടെ കൂടുതലും. അത് റിലേറ്റഡ് ആണ് അവിടുത്തെ ഹൈപ്പോത്തസിസ്. ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക പഠനങ്ങളും ഇവിടുത്തെ സോഷ്യോ എക്കണോമിക്കും അതുപോലെ തന്നെ ലീഡർഷിപ്പ് റിലേറ്റഡ് സ്റ്റഡീസാണ്. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒത്തിരി കാസ്റ്റുകളൊക്കെ ഉണ്ടായതുകൊണ്ടും ഇവിടെ ഹയറാർക്കിയൽ പൊസിഷൻ എന്നിവയ്ക്കൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ പഠനങ്ങളിൽ കൂടുതലും അത്തരം കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പഠനങ്ങളുടെ ഹൈപ്പോത്തസിസും അങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു റിസർച്ചിൻ്റെ കൾച്ചർ അത് ഏത് രീതിയിലുള്ള കൾച്ചറിലൂടെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അത് തീർച്ചയായിട്ടും ഹൈപ്പോത്തസിസിലും റിഫ്ലക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ദ കണ്ടിന്യൂറ്റി ഓഫ് റിസർച്ച്. ഏതെങ്കിലും ഒരു റിസർച്ചിൽ കുറച്ച് ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് അസംഷൻ അതൊരു ഊഹം മാത്രമാണല്ലോ, അത് ശരിയാണോ, അതിനെ അക്സെപ്റ്റ് ചെയ്യണോ, അതോ അതങ്ങനെ അല്ലയോ, അതിനെ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ് എന്ന് പറയുന്നൊരു കാര്യത്തിലൂടെയാണ് നമ്മളത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നത്, അതിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നോക്കുന്നത്. അപ്പോൾ ചില പഠനങ്ങളിൽ ചില ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ആദ്യം ഫോർമുലേറ്റ് ചെയ്ത അസംഷൻ അത് ശരിയല്ല, തെറ്റാണ്, അതിനെ റിജക്റ്റ് ചെയ്യും. അതിനെ വേണമെന്നുണ്ടെങ്കിൽ മറ്റു പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഈ കണ്ടിന്യൂറ്റി ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷേ അതേ സബ്ജക്റ്റിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിങ്ങിൽ HRMൽ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കിയിട്ട് അത് റിജക്റ്റ് ചെയ്താൽ അത് പിന്നീട് ഫിനാൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഹൈപ്പോത്തസിസ് മാർക്കറ്റിങ്ങിലേ സാധിക്കുകയുള്ളൂ. HRMന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഹൈപ്പോത്തസിസ് അങ്ങനെ HRMൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർമുലേറ്റ് ചെയ്തത് ടെസ്റ്റ് ചെയ്ത് അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ പിന്നീട് എന്താണ് മറ്റുള്ള പഠനത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഈ കണ്ടിന്യൂറ്റി ഓഫ് റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്.